ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ് ലോകരാജ്യങ്ങളിലെ ആളുകൾ എന്തുമാത്രം സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് അളക്കുന്ന ഒരു മാനദണ്ഡമാണത്. നമ്മുടെ രാജ്യം 143 രാജ്യങ്ങളിൽ 126 നിൽക്കുന്നു. തൊട്ടടുത്ത ബംഗ്ലാദേശും നേപ്പാളും ചൈനയും ഒക്കെ നമ്മുടെ മുകളിലാണ്. ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് അളക്കുന്നത് ഒരു സങ്കല്പത്തിലെ ഒരു രാജ്യം, ഡിസ്റ്റോപ്പിയ എന്നാണ്. സങ്കല്പത്തിലൊരു രാജ്യവുമായിട്ട് തുലനം ചെയ്തിട്ട് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നാണ്. നമ്മൾ ഇത്രയും താഴെ പോകാനുള്ള കാരണം ഇവിടുത്തെ ആളുകളുടെ ലൈഫ് എക്സ്പെക്റ്റൻസിയുടെ കാര്യം, അതുപോലെ അവരുടെ ചോയ്സസിൻ്റെ കാര്യം, അവരുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം, അവരുടെ ജീവിത നിലവാരത്തിൻ്റെ റിസോഴ്സസിൻ്റെ ആക്സസ്, ദാരിദ്ര്യം എന്ന് വളരെ ലളിതമായി പറയാം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കറപ്ഷൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ 141 രാജ്യങ്ങളിൽ 126 നിൽക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കായും താഴെ പോയി. ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് താഴെ പോകുന്നതിൻ്റെ ഒരു പ്രധാന ഭവിഷ്യത്ത് നമ്മൾ കാണുന്നത് ആളുകൾ വല്ലാത്ത ഒരു കടുത്ത സമ്മർദ്ദത്തിലേക്ക് പോകുന്നു. ഡിപ്രഷനും അതുപോലെയുള്ള ഒരുപാട്. അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ പരിണിതഫലമായിട്ട് അവർ മയക്കുമരുന്നിലേക്കും മറ്റ് എന്താ പറയുക സൈക്കോട്രോപിക് സബ്സ്റ്റൻസസിലേക്കൊക്കെ പോകും. അതുവഴിയായിട്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. അങ്ങനെ ഒന്നിനൊന്ന് അടിക്കടി താഴേക്ക് പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ വളരെ തിയററ്റിക്കലായിട്ട് പറയാമെന്നുണ്ടെങ്കിലും വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ നമുക്ക് ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് നമ്മുടെ ഓരോരുത്തരുടെയും കൂട്ടാൻ കഴിയുന്ന ഒരു രീതി എന്ന് പറയുന്നത് പോയത് പോട്ടെ എന്ന് വെക്കാനുള്ള ഒരു ധൈര്യവും ഒരു തുറവിയും ആണത് അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. പോയത് പോട്ടെന്നില്ല, ലെറ്റ് ഇറ്റ് ഗോ. എന്നിട്ട് വാട്ട് റിമെയിൻസ്, ലെറ്റ്സ് ബി ഹാപ്പി അബൌട്ട് വാട്ട് റിമെയിൻസ്. ഇനി എന്ത് ബാക്കിയുണ്ട് എന്നതിനെക്കുറിച്ച് അതിൽ നമുക്കൊരു ഗ്രേറ്റ്ഫുൾ ആയിരിക്കും, നന്ദിയുള്ളവരായിരിക്കും. കാരണം ഇത്രയെങ്കിലും നമുക്കുണ്ടല്ലോ എന്ന്, ഇത്രയെങ്കിലും ബാക്കിയുണ്ടല്ലോ, ഇത്രയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇനിയും ഇത്രയെങ്കിലും ബാക്കിയുണ്ടല്ലോ എന്നുള്ളത്. മൂന്നാമത്തെ ഒരു ചിന്ത വേണ്ടത്, ഇനി എനിക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ, നല്ലത് വരാനിരിക്കുന്നുള്ളത്, ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം, വരാനിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ. അപ്പം അങ്ങനെ ഈ 3 തലങ്ങളിൽ നമുക്ക് ചിന്തിച്ചാൽ വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെയും ഹാപ്പിനെസ് ഇൻഡെക്സ് നമുക്ക് കൂട്ടാൻ കഴിയും. നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള ആദി വെച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയില്ല. അതുപോലെ നമുക്ക് ഉള്ളതിനെക്കുറിച്ചുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുടെ ഒരു മനസ്സില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും സംതൃപ്തി ഉണ്ടാവില്ല. അതുപോലെ വരാൻ പോകുന്ന നന്മയെക്കുറിച്ചുള്ള പ്രതീക്ഷയില്ല എന്നുണ്ടെങ്കിൽ ജീവിതം മുന്നോട്ട് പോകില്ല. അപ്പം ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മുടെ കയ്യിൽ ദൈവം തന്നിട്ടുള്ള ആ ഊർജം. അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്തോ നമുക്ക് മുന്നിൽ കണ്ടിട്ടേ പോകാൻ കഴിയുള്ളൂ. ആ മുന്നിൽ കാണുന്നതിനാണ് ഡെസ്റ്റിനേഷൻ, വിജയം, ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം എന്നൊക്കെ പറയുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു ഊർജം നമുക്ക് തരുന്നത് ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് തന്നെയാണ്. ഹാപ്പിനെസ് ഇൻഡെക്സ് കൂട്ടുവാനായിട്ട് നമ്മൾ ഇപ്പോൾ ചിന്തിച്ച 3 കാര്യങ്ങളിലൂടെ കഴിയട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.